തണുക്കുന്നവനാണ് പുതപ്പിൻ്റെ ആവശ്യം. തണുപ്പ് ആരാണ് അനുഭവിക്കുന്നത് എന്നറിഞ്ഞ് അവർക്കൊരു പുതപ്പ് കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ശരിക്കും പൊളിറ്റിക്സ് ആവശ്യമുണ്ടാവും ഒരാളുടെ ജീവിതത്തിൽ? ഞാൻ വിശ്വസിക്കുന്ന നിലപാടിനെ ചേർത്ത് പിടിക്കുന്ന ഒട്ടനവധി പേരുണ്ടെങ്കിൽ അവരൊരു കൂട്ടായ്മയായിട്ട് പ്രവർത്തിക്കുന്നതല്ലേ നല്ലത്. നാട് നന്നാക്കാൻ പോകുന്നവന് വീടിന് വലിയ ഗുണം ഉണ്ടാവില്ല. വീട് നന്നാക്കാതെ നമുക്ക് നാട് നന്നാക്കാൻ പറ്റുമോ? സംവരണം വെറുതെ ഒരു കോളം തികയ്ക്കാൻ വേണ്ടി മാത്രം യൂട്ടിലൈസ് ചെയ്യുന്ന പല ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടിയെ സ്കൂളിലേക്ക് അയക്കുന്നതിനോടൊപ്പം ഭർത്താവിനെ അയക്കുന്നതിനോടൊപ്പം പാരൻസിനെ നോക്കുന്നതിനോടൊപ്പം എല്ലാ കാര്യങ്ങളും ഒരേ സമയത്ത് ചെയ്യാനായിട്ട് കഴിവുള്ളവരാണ് സ്ത്രീകൾ. നന്നായി പെർഫോം ചെയ്യുന്ന എത്ര പേരുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ട് ഒരു സ്ത്രീ മുഖ്യമന്ത്രി ആയിട്ടില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ക്രൂക്കഡ് ആയിട്ടുള്ള ആൾക്കാരാണോ ഈ പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്നത്? രാഷ്ട്രീയത്തിലും നെപ്പോട്ടിസം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. നെപ്പോട്ടിസം എന്തുകൊണ്ടാണ് മോശമായിട്ട് ചിന്തിക്കുന്നത്? നേതാവിന്റെ വീട്ടിൽ വളർന്നു വരുന്ന കുട്ടി കുഞ്ഞുനാളിലെ തൊട്ട് കണ്ടു വളരുകയാണ്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും മാറണമെന്നുള്ള ആഗ്രഹം? ഉമാ തോമസിനും പി.ടി. തോമസിനും ഒരു പെൺകുട്ടിയാണ് ഉണ്ടായെന്ന് കരുതും. എനിക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്ന് പറയുമ്പോൾ ഒരു അമ്മയായിട്ടും ഉമാ തോമസ് എന്നുള്ള ഒരു രാഷ്ട്രീയപ്രവർത്തകയായിട്ടും എങ്ങനെയായിരിക്കും കുട്ടിയോട് സംസാരിക്കും? എൻ്റെ കുട്ടി മിടുക്കിയാണോ അത് കൈകാര്യം ചെയ്യാൻ എന്നുള്ളത് ഞാൻ ആദ്യം ആലോചിക്കും. അവൾ മിടുക്കിയാണെങ്കിൽ അവൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ മുമ്പ് ഞാൻ ആഗ്രഹിക്കും അവൾ മുമ്പിൽ വരണം, അവൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കും. ലൈഫിൽ എന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ ഭയങ്കരമായിട്ട്? പി.ടി.യാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ജീവിച്ചിരിക്കുന്നതും പി.ടിയുടെ കൂടെ ആയിരുന്നല്ലോ എന്നുള്ള സന്തോഷത്തിൽ തന്നെയാണ്. ഹായ് ഗായ്സ്, വെൽക്കം ടു പിങ്ക്. ഇന്നത്തെ നമ്മുടെ പിങ്കിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയും പൊതുപ്രവർത്തനം എന്നുള്ളതാണ്. സോ അതിന് പറ്റിയൊരു ഗസ്റ്റിനും കൂടെയാണ് ഞാൻ എൻ്റെ പോഡ്കാസ്റ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, ഉമാ തോമസ്. പക്ഷെ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ ഉമാ തോമസ് എന്നുള്ള ഒരു കോൺഗ്രസ്സുകാരിയെ മാത്രം ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയമല്ല ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഉമാ തോമസ് എന്ന് പറയുന്ന വ്യക്തിയെ, അദ്ദേഹത്തിൻ്റെ പ്രണയത്തെ എല്ലാം നമ്മളിന്ന് സംസാരിക്കുന്നുണ്ട്. എൻജോയ് ദ ഷോ. സോ ഞാൻ ഫസ്റ്റ് എൻ്റെ പോഡ്കാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പറയും, അതായത് നാട് നന്നാക്കാൻ പോകുന്നവന് വീടിന് വലിയ ഗുണം ഉണ്ടാവില്ല എന്നുള്ളൊരു ചൊല്ല് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ പൊതുപ്രവർത്തനം ചെയ്യുന്നൊരു സ്ത്രീ കുടുംബത്തിനും നല്ലതാണോ? ഞാൻ തിരിച്ചു പറയട്ടെ, വീട് നന്നാക്കാതെ നമുക്ക് നാട് നന്നാക്കാൻ പറ്റുമോ? ഇല്ല. ആദ്യം വീട് നന്നായി കഴിഞ്ഞിട്ടേ നാട്ടിലേക്ക് നമ്മൾ ആലോചിക്കുകയുള്ളൂ. അവരവരുടെ വീടാണ് എല്ലാവർക്കും ഏറ്റവും പ്രധാനം. നമ്മൾ നാട് നന്നാക്കാൻ പോകുന്നവൻ വീട് നന്നാക്കുന്നില്ല എന്ന് പറയണത് ആദ്യം തന്നെ ഞാൻ ഗണ്ണിക്കുകയാണ്. എൻ്റെ വീട്ടിൽ പി.ടി. തോമസ് ഉണ്ടായിരുന്നപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിച്ചിരുന്നത് ഞങ്ങളെ തന്നെയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നാട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം വീട്ടിലൊരു വീഴ്ച വരുത്താതെ എല്ലാ കാര്യങ്ങളിലും അത് ഇടപെട്ടിരുന്നു. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർഫിയറൻസ് ഇല്ലാതെ ഒന്നും നടക്കൂലായിരുന്നു എന്നുള്ളതാണ് സത്യം. പൊതുപ്രവർത്തനങ്ങൾ സ്ത്രീകളുടെ ഒരു ഇടപെടൽ ഭയങ്കര കുറവായിട്ടാണ് കാണുന്നത്. ഇപ്പം നമ്മൾ പൊതുവേ ഒരു പ്രവർത്തക അല്ലെങ്കിൽ നമ്മളൊരു ലീഡർ എന്നൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ ഇപ്പം ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ ഇപ്പം നിർമ്മല, എന്താ പറയുക, സീതാറാം, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ആയിട്ടാണ് നമ്മളൊരു പരിചയമുള്ളത്. എന്തുകൊണ്ടായിരിക്കാം ഈ സ്ത്രീകൾ മുന്നോട്ട് വരാത്തതും അല്ലെങ്കിൽ അവരെ പറ്റി അധികം ആ ഒരു എക്സ്പോഷർ കിട്ടാത്തതും എന്തുകൊണ്ടായിരിക്കാം? എനിക്കങ്ങനെ സ്ത്രീകൾ ഒതുക്കപ്പെടുന്നു എന്നുള്ള ഒരു ഇതൊന്നും തോന്നുന്നില്ല. നന്നായിട്ട് ഷൈൻ ചെയ്യാൻ കഴിയണവർക്ക് അല്ലെങ്കിൽ അവരുടെ വ്യക്തിപ്രഭാവം പ്രകടിപ്പിക്കാൻ സാധിക്കുന്നവർക്കൊക്കെ മുന്നോട്ട് വരാൻ തന്നെ കഴിയും. പിന്നെ അതിനേക്കാളും എല്ലാ സ്ഥലത്തും കോമ്പറ്റീഷനാണല്ലോ. നമ്മൾ സ്ത്രീകൾ മുന്നോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ മാത്രമാണോ നിങ്ങൾ ചിന്തിക്കണേ? ഏതെല്ലാം ഫീൽഡിലാണ് സ്ത്രീകൾ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്? വിദേശത്ത് പോലും നമ്മൾ നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളിലും നമ്മളുടെ കുട്ടികൾ ഇവിടെ നിന്ന് പോകണവർ എത്ര നന്നായിട്ട് ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ സിന്ദൂരിൽ ആരാണ്? 2 സ്ത്രീകളല്ലേ മുന്നിൽ നിന്നിരുന്നത്. അപ്പം സ്ത്രീകൾക്ക് മുന്നോട്ട് വരുന്ന കാര്യങ്ങളിലൊക്കെ അവരുടെ ഒരു വ്യക്തിപ്രഭാവം കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് മുന്നിലേക്ക് വരാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ ആണുങ്ങൾ കൂടുതലുള്ളത് കാരണം ചിലപ്പോൾ നമ്മൾ കോമ്പറ്റീറ്റീവായിട്ടുള്ളത് വരുമ്പോൾ ചിലപ്പോൾ പുറകിൽ പോകുന്നതായിരിക്കും.
അല്ലാതെ അങ്ങനെ നമ്മളെ തള്ളി മാറ്റുന്നു എന്നുള്ളൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. ഇപ്പം ഇത് പറഞ്ഞപ്പോഴാണ്, അതായത് ഇപ്പം നമ്മളൊരു സ്കൂളിലടക്കം ഇപ്പം നമ്മൾ പൊതുവെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സ്കൂളിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കൂട്ടത്തിലുണ്ടാവുക പെൺപിള്ളേരായിരിക്കും. പക്ഷെ നമ്മളതൊരു ജോലിയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഏറ്റവും കുറവ് വർക്ക് ചെയ്യുന്നത് പെൺകുട്ടികളാണ് ഇന്നത്തെ സിനാരിയോ ആണെങ്കിലും. അപ്പം ഈ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഉമാ തോമസ് എന്ന് പറയുമ്പോൾ ആ ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് ഇതേപോലെ ഈ ഒരു മെയിൽ ഡോമിനൻസി അല്ലെങ്കിൽ മെയിൽ ഈഗോ ഇതിനൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെയൊന്നും അത്രയും പറയാനില്ല. എന്ന് വെച്ചാൽ ഞാൻ ഈ ഫീൽഡിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ച ആളേ അല്ല. അതേസമയം ഞാൻ പി ടിയുടെ നിഴൽ പോലെ നിന്ന് പി ടിക്ക് വേണ്ടിയിട്ട് എല്ലാ പ്രവർത്തനവും നടത്തിയ ആളാണ്. പി ടി മുന്നിൽ വരണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ വർക്ക് ചെയ്തിരുന്ന ആളാണ്. ഞാൻ പ്രൈവറ്റ് സെക്ടറിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഞാൻ 22 വർഷം എ.വി. തോമസ് ആൻഡ് കമ്പനിയിൽ വർക്ക് ചെയ്തതിന് ശേഷം 8 വർഷം ആശ്രം മെഡ്സിറ്റിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഞാൻ ഫിനാൻസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോഴാണ് പി ടിയുടെ വിയോഗം കാരണം എന്നിൽ അർപ്പിതമായിട്ടുള്ള ഒരു ഡ്യൂട്ടി ഏറ്റെടുക്കണം എന്നുള്ളൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ രാഷ്ട്രീയത്തിലേക്ക് വരികയും, എന്നാൽ എനിക്ക് രാഷ്ട്രീയം ഇല്ലയെന്നൊന്നും ഞാൻ പറയുകയല്ല. ഞാൻ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ രാഷ്ട്രീയക്കാരി തന്നെയാണ്. പക്ഷേ മുന്നിലേക്ക് വരാനായിട്ട് ഞാൻ താല്പര്യപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് ഇപ്പൊ പറഞ്ഞില്ലേ, അതായത് പി ടിയുടെ ആ ഒരു വിരാമം കൊണ്ടാണ് ഞാൻ ആ ഒരു പ്ലേസിലേക്ക് റീപ്ലേസ് ചെയ്യപ്പെട്ടു എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഡിസിഷൻ ലൈഫിലേക്ക് എടുക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? എനിക്ക് ലൈഫ് സേഫ് ആവണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാളും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് നമ്മൾക്ക് നിലനിൽക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ പ്രത്യേകിച്ച് വളരെ ആദർശശുദ്ധിയുള്ള ഒരു രാഷ്ട്രീയം തന്നെയാണ് നമ്മൾ കൊണ്ടു നടന്നിരുന്നത് എന്നുള്ളത് കൊണ്ട് അങ്ങനെ പോകുമ്പോൾ നമ്മളുടെ വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ സാമ്പത്തികമായിട്ടുള്ള നില ഭദ്രമാക്കാനായിട്ടാണ് ഞാൻ പി ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എന്നെ കല്യാണം കഴിക്കുമ്പോൾ ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴും വൈകുന്നേരങ്ങളിൽ ലേറ്റായിട്ട് ഈ മീറ്റിങ്ങിനൊക്കെ പോയിട്ട് വന്നിട്ട് വല്ലാതെ കഷ്ടപ്പെടണ്ടായിരുന്നു. അപ്പോൾ പി ടിയുടെ ലൈൻ അതാണ്, കൂടുതൽ പി ടിക്ക് ഇഷ്ടം അതാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് എനിക്കൊരു ജോലി വാങ്ങിച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ പൊയ്ക്കോളാം, നമ്മൾക്ക് അങ്ങനെ ആലോചിക്കാമെന്ന് ഞാൻ തന്നെയാണ് സജസ്റ്റ് ചെയ്യേണ്ടായത്. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് ഫിനാൻഷ്യലി എനിക്ക് ഫാമിലിയെ സേഫാക്കാൻ പറ്റിയിരുന്നു. അപ്പോൾ പി ടി അങ്ങനെ പോകുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഇപ്പം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ആ ഒരു സമയം എടുത്ത് നോക്കുകയാണെങ്കിലും ഒരുപാട് പേര് ഈ സഹതാപം ഇട്ടുകൊണ്ടാണ് ജയിച്ചത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കളിയാക്കളികൾ കേട്ടിട്ടുണ്ട്. അന്ന് ആ ഒരു കാര്യങ്ങൾ അത് ഫേസ് ചെയ്തെങ്കിലും ഇന്നും ആ ഒരു പ്രവർത്തനത്തിൽ നിൽക്കുകയാണ് ഉമാ തോമസ്. ഇപ്പോൾ എന്താണ് അങ്ങനത്തെ കമൻസിനോടും അങ്ങനത്തെ ആൾക്കാർ സംസാരിച്ച കാര്യങ്ങളോട് ഇപ്പം എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു? സഹതാപം ഉണ്ടാവുമായിരിക്കും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. എന്ന് വെച്ചാൽ പി ടി തോമസിനെ സ്നേഹിക്കാത്തവരില്ലായിരുന്നു നമ്മളുടെ ഈ മണ്ഡലത്തിൽ എന്നുള്ളതാണ് സത്യം. സ്വാഭാവികമായിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരുപക്ഷെ രാഷ്ട്രീയക്കാരൊന്നും അല്ലാത്തവർ തന്നെ ഒട്ടനവധി പേര് പി ടിക്ക് വേണ്ടിയിട്ട് പി ടിയുടെ ഭാര്യ ഇവിടെ മത്സരിച്ചപ്പോൾ വന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് പി ടിയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്. അത് സഹതാപം എന്ന് വിളിക്കണോ അല്ലെങ്കിൽ സ്നേഹം എന്ന് വിളിക്കണമെന്ന് അത് നമ്മൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ വിളിക്കാം. അത് ഓരോരുത്തരും ഓരോ കാഴ്ചപ്പാടിലാണ് അത് കാണുന്നത്. ഞാൻ സ്നേഹം കൊണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ, എനിക്ക് വേണ്ടി വോട്ട് ചെയ്തവരൊക്കെ സ്നേഹം കൊണ്ട്, പി ടിയോടുള്ള അദമ്യമായ സ്നേഹം കൊണ്ട് തന്നെയാണ് എനിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഞാൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രവർത്തനവും ചെയ്തിട്ടില്ല. അപ്പോൾ എന്നെ വിലയിരുത്തുന്നത് പി ടിയിലൂടെ തന്നെയായിരിക്കും. പി ടിയുടെ പാത പിന്തുടരും, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് എന്നുള്ള ഒരു ചിന്തയായിരിക്കാം. ആ രീതിയിലേക്ക് തന്നെ പോയിക്കോളും എന്നുള്ള ഒരു വിചാരമായിരിക്കാം അന്ന് എന്നെ തിരഞ്ഞെടുത്തതെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പി ടിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. പി ടിയെ സ്നേഹിച്ചിരുന്നവരെല്ലാവരും എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ ഒരു തുടർച്ച എനിക്കിപ്പോഴും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതെ. ഇപ്പോൾ പക്ഷെ എത്രയൊക്കെ പറഞ്ഞാലും ഇപ്പം നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു ആ ഒരു സ്പേസൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഉമാ തോമസ് എന്ന് പറഞ്ഞ വ്യക്തി അത്രയും ആക്റ്റീവായിട്ട് ഇരുന്നൊരു വ്യക്തിയായിരുന്നു ലൈഫിൽ. അതായത് ഇപ്പോൾ ഡാൻസ്, പാട്ട്, മഹാരാജാസ് കോളേജിലെ ആ ഒരു കാലഘട്ടം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്രയും ഒരു ആക്റ്റീവായൊരു പെൺകുട്ടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ പിന്നീട് ഒരു പാർട്ട്ണർഷിപ്പിൽ അല്ലെങ്കിൽ ഒരു കമ്പാനിയൻഷിപ്പിലേക്ക് കിടക്കുമ്പോൾ കുടുംബജീവിതം എന്നുള്ളത് ചൂസ് ചെയ്തു എന്ന്
പലർക്കും ഞാനടക്കം കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, എന്തുകൊണ്ട് ആദ്യമേ ഒരു വർക്കിംഗ് കൾച്ചറിലേക്ക് ഇറങ്ങിയില്ല, അതായത് ഒരു വീട്ടിലേക്ക് ഒതുങ്ങിപ്പോയ പോലെ ഒരു ഫീല് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് ശരിയാണോ? വീട്ടിൽ ഒതുങ്ങണത് എന്ന് പറയണത് അത്ര മോശപ്പെട്ട കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മൾ വളർത്തുന്ന കുട്ടികൾ ഏറ്റവും നല്ല നിലയിൽ ഇരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഉയരണമെങ്കിൽ അവരെ നന്നായി നോക്കണം. ആ ഒരു കടമ ഞാൻ ഏറ്റെടുത്തത് എന്താ പറയുക, അതൊരു ജോലിയായിട്ടോ അല്ലെങ്കിൽ ഞാൻ ഒതുങ്ങിപ്പോയതായിട്ടോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ പ്രവൃത്തി എൻ്റെ കർത്തവ്യം ഞാൻ കൃത്യമായിട്ട് ചെയ്തു എന്നുള്ള സന്തോഷമാണ് എനിക്കുള്ളത്. അതായത് ആ സമയത്ത് ഉമാ തോമസ് എന്നുള്ള ഒരു അമ്മ അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ അത്രയും ഒരു ബാലൻസ് ഇല്ലാതെ പോകുമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, വീട്ടിയുടെ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുട്ടികളെ നോക്കാനൊക്കെ അമ്മയുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ കെയർ കൊടുക്കണം എന്നുള്ളത് എനിക്ക് തോന്നിയിട്ട് ഞാൻ അമ്മ എന്ന നിലയിലുണ്ടായിരുന്നു. മോന് 3 വയസ്സായപ്പോഴാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. പക്ഷേ അതിനുശേഷം രണ്ടാമത്തെ ആളുണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ നോക്കാൻ പറ്റിയിട്ടില്ല. അവനൊരു 4 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ജോലിക്ക് പോയി. അതായത് സാഹചര്യത്തിനനുസരിച്ച് മാറാനും അതുപോലെ തന്നെ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അല്ലാതെ നമ്മൾ ഇന്നതേ ചെയ്യുള്ളൂ, അതുകൊണ്ട് നമ്മൾ ഒതുക്കപ്പെട്ടു എന്നോ ഒതുങ്ങിപ്പോയി എന്നോ അങ്ങനെയൊന്നും എനിക്കൊരു ചിന്ത ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരു കുറ്റബോധവും എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. ഓക്കെ. ഇപ്പോൾ ഇതുകൂടെ പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ മാനേജ്മെൻറ്റ് സ്കില്ല് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു വിഭാഗം സ്ത്രീകളായിരിക്കും. കാരണം അവരുടെ ഒരു ലൈഫ് അങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവ മേ ബി വീട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർ മനസ്സിലാക്കില്ല, അതുകൊണ്ടൊന്നും നമുക്കത് ചെയ്യണ്ട, ഇങ്ങനത്തെ പല അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ലൈഫിലേ ത്രൂ ഔട്ട് ചെയ്തുകൊണ്ട് വരുന്ന ഒരാൾക്കാരാണ്. ഇത്രയധികം മാനേജ്മെൻറ്റ് സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ രാഷ്ട്രീയം എന്നുള്ളൊരു സ്പേസിലേക്ക് വരുമ്പോൾ അവിടെ സ്ത്രീകൾ വളരെ കുറവാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, എന്താണ് അപ്പോൾ രാഷ്ട്രീയത്തിൽ വേണ്ട സ്കിൽസ് എന്താണ്? ഇത്രയും മാനേജ്മെൻറ്റ് പവറോ അല്ലെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റോ ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ഒരു കാലിബറുള്ള ഒരു സ്ത്രീക്ക് രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാൽ ശോഭിക്കാൻ പറ്റില്ലേ? ഇപ്പോൾ പഴയ പോലത്തെ കാലമല്ലല്ലോ. ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ സ്ത്രീകൾക്ക് വേണ്ടി റിസർവേഷൻ തന്നെയുണ്ട്. ഒരുപാട് സ്ത്രീകൾ മുന്നിലേക്ക് വരുന്നുണ്ട്. അവരേറ്റവും നന്നായി പെർഫോം ചെയ്യുന്നുമുണ്ട്. സ്ത്രീകളെ നമുക്കങ്ങനെ അവർ പിന്നിലാണെന്നൊന്നും കാണേണ്ടതില്ല. പിന്നെ അതിൻ്റെ അടുത്ത നിലയിലേക്ക് വരുമ്പോൾ അതിങ്ങനെ മാറിക്കൊണ്ട് വരുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പം ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് 33% എന്ന് പറഞ്ഞാൽ 33ലേക്ക് വരാനായിട്ടൊരു സമയം എടുക്കും. അതിന് കോമ്പറ്റീറ്റീവായിട്ട് മുന്നിലേക്ക് ആളുകൾ വരുന്നതിനോടൊപ്പം അത് കൂടിക്കൂടി തന്നെ വരുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം ഈ രാഷ്ട്രീയത്തിൽ തന്നെ നമ്മൾ ഈ മറ്റേ സ്ത്രീകൾക്കുള്ള സംവരണ സീറ്റുകളുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ പലപ്പോഴും ആ ഒരു സംവരണം വെറുതെ ഒരു കോളം തികയ്ക്കാൻ വേണ്ടി മാത്രം യൂട്ടിലൈസ് ചെയ്യുന്ന പല ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് അതിലേക്കൊരു പ്രവർത്തനം ഇല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ കുടുംബജീവിതം ബാലൻസ് ചെയ്യാൻ ഒരു സൈഡിൽ നമ്മളൊരു ജോബ് എന്നുള്ള പോലെ മാത്രം കാണുന്ന രീതിക്കും കണ്ടിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഉമാ തോമസിന്? അങ്ങനെ നന്നായി പെർഫോം ചെയ്യുന്ന എത്ര പേരുണ്ട്. അപ്പോൾ നമ്മൾക്കൊരു കോളം തികയ്ക്കാനായിട്ട് ഒരാളെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എത്രയോ സ്ത്രീകൾ നല്ല പുരുഷന്മാരെക്കാളും നന്നായിട്ട് മാനേജ് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. സ്ത്രീകൾക്ക് കഴിവുണ്ടെന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറ്. സ്ത്രീകൾ മൾട്ടി സ്കിൽ പേഴ്സണാലിറ്റിയാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വീട്ടിൽ കാര്യങ്ങൾ ചെയ്യുന്നത് തൊട്ട് ഞാൻ എന്നും സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, കുട്ടിയെ സ്കൂളിലേക്ക് അയക്കുന്നതിനോടൊപ്പം ഭർത്താവിനെ അയക്കുന്നതിനോടൊപ്പം പാരൻസിനെ നോക്കുന്നതിനോടൊപ്പം എല്ലാ കാര്യങ്ങളും ഒരേ സമയത്ത് ചെയ്യാനായിട്ട് കഴിവുള്ളവരാണ് സ്ത്രീകൾ. സ്ത്രീകളുടെ കഴിവുകൾ അവർ തന്നെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അവരെന്തെല്ലാം കാര്യം ചെയ്തു എന്ന് ആലോചിക്കുമ്പോൾ ഒട്ടനവധിയാണ്. പക്ഷെ എണ്ണിപ്പെറുക്കി പറയാൻ ചിലപ്പോൾ പുരുഷന്മാർക്ക് ഉണ്ടാവില്ലായിരിക്കും അതുപോലെ എന്നുള്ളതേ ഉള്ളൂ. അവരും വളരെ റെസ്പോൺസിബിളായിട്ട് തന്നെയാണ് ചെയ്യണേ. ഒരു വീട് അല്ലെങ്കിൽ അത് നല്ല ഹാർമോണിയസ് ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ രണ്ടാളും നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പോയാൽ മാത്രമേ അതുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒരാളും ഒന്നിൽ നിന്ന് കൂടുതലും അല്ല, മുന്നിലല്ല, അല്ലെങ്കിൽ കുറവുമല്ല. രണ്ടുപേരും ഈക്വൽസ് ആണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാൻ വളരെയധികം ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. അതായത് ഉമാ തോമസിനും PT തോമസിനും ഒരു പെൺകുട്ടിയാണ് ഉണ്ടായെന്ന് കരുതും. ആ പെൺകുട്ടി ഒരു പ്രായമെത്തുമ്പോൾ വന്ന് പറയാണ്, എനിക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്ന് പറയുമ്പോൾ ഉമാ തോമസ് എന്ന വ്യക്തി ഒരു അമ്മയായിട്ടും ഉമാ തോമസ് എന്നുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകയായിട്ടും രണ്ട് തരത്തിലും എങ്ങനെയായിരിക്കും കുട്ടിയോട് സംസാരിക്കുക?
എൻ്റെ കുട്ടി മിടുക്കിയാണോ അത് കൈകാര്യം ചെയ്യാൻ എന്നുള്ളത് ഞാൻ ആദ്യം ആലോചിക്കും. അവൾ മിടുക്കിയാണെങ്കിൽ ഉറപ്പായിട്ടും അവൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ മുമ്പ് ഞാൻ ആഗ്രഹിക്കും അവൾ മുമ്പിൽ വരണം, അങ്ങനെ ഒരു ഫീൽഡിൽ ഇറങ്ങണം, അവൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ അവൾ ഇപ്പം അങ്ങനെ അതൊരു സാങ്കല്പിക ചോദ്യമാണ്, അങ്ങനെ ഒരാളില്ല. പക്ഷേ ഞാൻ നാട്ടിൽ എന്നെ പരിചയപ്പെടുന്ന ഓരോ കുട്ടികളെയും അങ്ങനെ എൻ്റെ കുട്ടിയായിട്ട് തന്നെയാണ് കാണുന്നത്. അവർ മുന്നിലേക്ക് വരണം എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്ന ഓരോ പെൺകുട്ടികളും ആ ഫീൽഡിൽ അവർ യോജിച്ചവരാണെങ്കിൽ അവർ മുന്നിലേക്ക് വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും ഒരു ടിപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ? നമ്മളെക്കാളും മിടുക്കരാണ് പുറകിലേക്ക് വരുന്ന കുട്ടികളൊക്കെ. അതുകൊണ്ട് അവർക്ക് എൻ്റെ ഒരു ടിപ്പിൻ്റെ ആവശ്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്നിരുന്നാലും അവർക്ക് നന്നായിട്ട് ആളുകളുടെ മനസ്സറിയാൻ കഴിഞ്ഞാൽ, അതുപോലെ ബുദ്ധിമുട്ടുന്നവരുടെ വേദന അറിയാൻ കഴിഞ്ഞാൽ, സാധാരണക്കാരെ സഹായിക്കാൻ കഴിഞ്ഞാൽ സത്യത്തിൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറി പറ്റാൻ പറ്റും എന്നുള്ളത് സംശയമില്ല. അതുകൊണ്ട് ആളുകളുടെ ആവശ്യം അറിഞ്ഞ്, അതായത് തണുക്കുന്നവനാണ് പുതപ്പിൻ്റെ ആവശ്യം, ആ തണുപ്പ് ആരാണ് അനുഭവിക്കുന്നത് എന്നറിഞ്ഞ് അവർക്കൊരു പുതപ്പ് കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ സിനിമയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നെപ്പോട്ടിസം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു നടൻ്റെയോ നടിയുടെയോ മകനോ മകളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ ശോഭിക്കുമ്പോൾ പറയും നെപ്പോട്ടിസമാണ്, ഇറ്റ്സ് വെരി ഈസി അവർക്ക് ഈ ഒരു സോണിലേക്ക് വരാമെന്നുള്ളത്. അതേപോലെ തന്നെ രാഷ്ട്രീയത്തിലും നെപ്പോട്ടിസം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. കാരണം അതായത് ഒരു നേതാവിൻ്റെ മകനോ മകളോ ഇങ്ങനെ ഒരു തുടർച്ചയായിട്ട് ചിലപ്പോൾ അതിലേക്ക് വന്നേക്കാം. ചിലപ്പോൾ നല്ലതായിരിക്കാം, പൊട്ടയായിരിക്കാം. പക്ഷേ ആ ഒരു കാഴ്ചപ്പാടിനോട് എന്താണോ ഉമാ തോമസിന് പറയാനുള്ളത്? നെപ്പോട്ടിസം എന്തുകൊണ്ടാണ് മോശമായിട്ട് ചിന്തിക്കണത്? നെപ്പോട്ടിസം ആയിക്കൂടെ? ഇതെന്ന് വെച്ചാൽ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ, ഒരു നേതാവിൻ്റെ വീട്ടിൽ വളർന്നു വരുന്ന കുട്ടി മുഴുവൻ കാര്യങ്ങളും കുഞ്ഞുനാളിലേ തൊട്ട് കണ്ട് വളരുകയാണ്. അപ്പോൾ ആ നേതാവ് ചെയ്യുന്ന രീതികൾ എങ്ങനെയാണ് നമ്മൾ ആളുകളോട് ഇടപെടേണ്ടത്, അതുപോലെ തന്നെ ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതൊക്കെ കണ്ട് വളരുകയാണ്. നമ്മൾക്കൊരു സർക്കംസ്റ്റൻസസ് കൂടി അതിനനുകൂലമായിട്ട് വരുമ്പോൾ അങ്ങനെയുള്ള ആൾ കൂടുതൽ നന്നായിട്ട് ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് നെപ്പോട്ടിസം രാഷ്ട്രീയത്തിൽ മാത്രം വേണ്ട എന്ന് ചിന്തിക്കുന്നത് തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് നല്ലത് തന്നെയല്ലേ? അവർക്കല്ലേ കൂടുതൽ അറിയാൻ പറ്റുക, കൂടുതൽ കാണുന്നത്, അവരനുഭവിക്കുന്നത്, അവർക്ക് എന്താണ് ലൈഫ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടുതൽ പ്രാപ്തരായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ നിങ്ങൾ എന്നെ രാഷ്ട്രീയക്കാരനാക്കി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. അതായത് ഇപ്പം നമുക്ക് ആക്ച്വലി അറിയില്ല. അതായത് ഞാൻ പലപ്പോഴും ചിന്തിച്ച ഒരു കാര്യമാണ്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ലിറ്ററസി റേറ്റ് ഉള്ള ഒരു കുട്ടിയാണോ, അതോ ഏറ്റവും കൂടുതൽ എന്താ പറയുക കുറച്ചുകൂടെ പബ്ലിസിറ്റി ചെയ്യാൻ പറ്റുന്നത്, മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ വേണോ നമ്മൾ വോട്ട് ചെയ്യാൻ? ആ ഒരു കൺഫ്യൂഷൻ. കാരണം നമ്മളിപ്പോൾ പൊതുവേ ഇപ്പോൾ നമ്മളൊരു ഇലക്ഷൻ പ്രചരണമൊക്കെ നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ആ കാര്യങ്ങൾ ചെയ്യും, ഈ കാര്യങ്ങൾ ചെയ്യും എന്നിട്ട് ഭയങ്കര അധികം മാർക്കറ്റ് ചെയ്യുന്ന പ്രവർത്തകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സൈഡിൽ നോക്കുമ്പോൾ മേ ബി ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷനും എന്ന കുറച്ചും കൂടെ കാര്യങ്ങളെ പറ്റിയുള്ള അവബോധമുള്ള ആൾക്കാരും കണ്ടിട്ടുണ്ട്. പക്ഷെ ആൾക്കാർ ഇതിൽ ഈ ഒരു രണ്ട് സ്പേസിൽ നിൽക്കുമ്പോൾ ആരെ വേണം വോട്ട് ചെയ്യാൻ? എന്ത് കാര്യം നോക്കിയിട്ട് വേണം നമ്മൾ വോട്ട് ചെയ്യാൻ? അത് അവരുടെ ഒരു ഡിസ്ക്രിപ്ഷനിലേക്ക് നമുക്ക് വിടാം. അവരുടെ ആഗ്രഹം എന്തായിരിക്കും എന്നറിയില്ലല്ലോ. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് അവരുടെ പ്രതിനിധി ആവേണ്ടത് എന്ന് അവരാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ ആളായിരിക്കും. രണ്ടാമത് അങ്ങനെയല്ല, ഇന്നത് ചെയ്യും എന്ന് പറയുന്ന ആളായിരിക്കും. രണ്ടുപേരും ചെയ്യും. പക്ഷേ ആരാണ് കൂടുതൽ നന്നായിട്ട് ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ സാഹചര്യം ഒത്തിണങ്ങി കഴിഞ്ഞാൽ എല്ലാവരും നന്നായി ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. ഏറ്റവും കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നത് ഇവരായിരിക്കുമെന്ന് പറയാൻ പറ്റുമോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ? അങ്ങനെ ആരെയും നമ്മൾക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. നമുക്ക് ഒരാളുടെയും പ്രവർത്തനം ഏത് രീതിയിലായിരിക്കും അറിയാൻ പറ്റില്ല. അത് അസസ് ചെയ്യണത് നമ്മൾ അവർക്കൊരു അവസരം കൊടുത്തിട്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അവസരം കിട്ടുമ്പോഴേ അവർ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ. ശരിക്കും പൊളിറ്റിക്സ് ആവശ്യമുണ്ടാവോ ഒരാളുടെ ജീവിതത്തിൽ? ഞാൻ വിശ്വസിക്കുന്ന നിലപാടിനെ ചേർത്ത് പിടിക്കുന്ന ഒട്ടനവധി പേരുണ്ടെങ്കിൽ അവരൊരു കൂട്ടായ്മയായിട്ട് പ്രവർത്തിക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ കൂട്ടായ്മയായിട്ട് പ്രവർത്തിച്ചാലല്ലേ അത് തന്നെ
ഈ രാജ്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നേടിയ നമ്മുടെ സ്വാതന്ത്ര്യമൊക്കെ ഒരു കൂട്ടായ്മയിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്, അല്ലാതെ ഒരാൾ കഷ്ടപ്പെട്ടുണ്ടായതല്ല. ഒട്ടനവധി പേരുടെ രക്തം ചിന്തി ഉണ്ടായതാണ്. അപ്പോൾ അതുപോലെ ഓരോ പ്രവൃത്തികളും എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ഒരു വീട്ടിലെ കാര്യങ്ങൾ തന്നെ അതിൻ്റെ ഒരു സക്സസ്സിലേക്ക് എത്തണമെങ്കിൽ ആ കുടുംബത്തുള്ള എല്ലാവരും ഒരേപോലെ അതിൽ വിവിധ രീതിയിൽ, അതായത് അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ലെവൽ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും, പക്ഷേ എല്ലാവരും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് അവിടെ ഒരു സക്സസ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലും എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഒരു യൂണിയനല്ലേ നല്ലത്, ഒരു യൂണിറ്റിയോടുകൂടി പ്രവർത്തിച്ചാലായിട്ട് കൂടുതൽ നല്ലതാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഈ ഒരു നാട് മാറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ജെൻഡർ ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്ത്രീകളെ ആയിരിക്കും പറയണ്ടാവുക. കാരണം നമുക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും കാര്യങ്ങളും കൂടുതലും, മെജോറിറ്റി ഐ എം സ്പീക്കിംഗ്, ലൈക്ക് നമുക്ക് നേരിടേണ്ടി വരുന്നത്. അപ്പോൾ ഇത്രയധികം മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളിൽ പലരും ഇപ്പോൾ നമുക്ക് ഈ ഒരു സ്പേസിലേക്ക് വരുന്നത് കാണുന്നില്ല. ലൈക്ക് ആ ഒരു ഫേസ് ഓഫ് ദ വോയിസസ് എന്നുള്ളൊരു പരിപാടി നമ്മൾ കാണാറില്ല. അതെന്തുകൊണ്ടായിരിക്കും? സ്ത്രീകൾ മാത്രമാണ് ആഗ്രഹിക്കുന്നത് ഈ നാട് മാറണം എന്നുള്ളതൊക്കെ ഒരു തെറ്റായ ചിന്തയാണ്. എല്ലാവരും ചിന്തിക്കുന്നതാണ്, മാറ്റങ്ങൾ ഉണ്ടാവണം എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഇപ്പോൾ റോഡ് കുഴി ആണെങ്കിൽ ആ കുഴി മാറിക്കിട്ടണമെന്ന് ഞാനും എൻ്റെ വീട്ടിലുള്ള കുട്ടികളും ആഗ്രഹിക്കില്ലേ? അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. വലിയ കാഴ്ചപ്പാടോടുകൂടി ചിന്തിക്കുകയാണെങ്കിൽ നാട്ടിലെ മറ്റ് നാടുകളെ കമ്പയർ ചെയ്തിട്ടായിരിക്കും ചിന്തിക്കണേ. അവിടെ ഇങ്ങനെയല്ലല്ലോ, ഇവിടെ അങ്ങനെയാണല്ലോ, നമ്മൾക്ക് മാറ്റം വേണ്ടേ എന്ന്. അത് സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒരേപോലെ ചിന്തിക്കും. നമ്മളിങ്ങനെ ഒരു ഡോമിനൻസിനെ പറ്റി ആലോചിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈക്വൽസാണ്. പുരുഷനും സ്ത്രീയും ഒക്കെ ഒപ്പം തന്നെ പോകേണ്ടവരാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളൊരിക്കലും സ്ത്രീകൾ മുന്നിലേക്ക് അതിനേക്കാൾ ഡോമിനൻ്റായിട്ട് പ്രവർത്തിക്കേണ്ടവരാണ് എന്ന് ചിന്തിക്കേണ്ടതില്ല. നമ്മളൊട്ടും താഴേക്ക് പോകേണ്ടവരല്ല, പക്ഷേ നമ്മൾ മുകളിലേക്കും കയറി നിൽക്കേണ്ടവരല്ല. നമ്മളൊപ്പം ഒരുമിച്ച് സഞ്ചരിച്ചാൽ മാത്രമേ എല്ലാം നന്നായി കലാശിക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. ഇപ്പോൾ പൊതുവെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ സിനിമയിലൊക്കെ കാണുന്ന ഒരു ഐഡിയലാക്കി വെക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ പ്രവർത്തക എന്ന് പറയുമ്പം ചിലപ്പോൾ വീട്ടിൽ ഒരുപാട് സ്ട്രഗിൾസും അതിൽ നിന്ന് നമ്മൾ പ്രവർത്തനത്തിന് ഇറങ്ങുന്നു, നാട്ടുകാരെ സഹായിക്കുന്നു, അതിൽ നിന്ന് അവർ നേതാവായി തിരഞ്ഞെടുക്കുന്നു, ഇങ്ങനെ ഒരു സ്റ്റോറിയാണ്. ഉമാ തോമസിലേക്ക് വരുമ്പം മഹാരാജാസ് ഇതേപോലെ പഠിക്കുന്നു, ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കുന്നു, ആ ഒരു സൊസൈറ്റിയിൽ നമ്മൾ സോ കോൾഡ് വിളിക്കുന്ന പ്രിവിലേജസ് ഉണ്ടായിരുന്നു ലൈഫിൽ നിന്ന്, എന്നിട്ടും പി ടിയുടെ ഭാര്യയാകുന്നു, എന്നിട്ടും എന്തുകൊണ്ട് രാഷ്ട്രീയം ചൂസ് ചെയ്തു ഉമാ തോമസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒട്ടും ആഗ്രഹിച്ചതല്ല, ഇങ്ങനെ രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളല്ല ഞാൻ. പി ടിയുടെ വിയോഗം കാരണം പാർട്ടിയുടെ ആവശ്യപ്രകാരം തന്നെ ഇറങ്ങിയ ആളാണ്. അതുവരെ ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് എനിക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്. എന്തെന്നാൽ എനിക്ക് എന്തൊക്കെയോ പി ടി ചെയ്തിരുന്നത് പോലെ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ അത് ആരെങ്കിലും സഹായിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുമെങ്കിൽ അത് ഞാൻ ചെയ്ത് നടത്തണം എന്ന് തന്നെ എൻ്റെ മോഹമാണ്. ഇപ്പം കേരളത്തിൽ എന്തുകൊണ്ട് ഒരു സ്ത്രീ മുഖ്യമന്ത്രി ആയിട്ടില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഭാരതത്തിന് തന്നെ നമുക്ക് പ്രധാനമന്ത്രി ഉണ്ടായിട്ടുണ്ട്. സ്ത്രീ എന്തുകൊണ്ട് കേരളത്തിലായില്ല എന്നൊന്നും, അതിനൊക്കെ ഓരോരോ കാരണങ്ങളുണ്ടാവും. ഞാൻ പറയണേ, ഫോക്കസ് ചെയ്യുന്നത് വേറൊരാളെ ആയിരിക്കും. പിന്നെ എപ്പോഴും തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാരെല്ലാവരും സ്ത്രീ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മുന്നിലെത്തണം എന്നില്ലല്ലോ. എല്ലാവരും വോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെയല്ലേ അവർ തിരഞ്ഞെടുക്കപ്പെടുക. ആ ഒരു ലെവലിലേക്ക് പുറകോട്ട് പോയതായിരിക്കും. എന്നതുകൊണ്ട് സ്ത്രീകൾ പുറകിലാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഒത്തിരി സ്ത്രീകളില്ലേ മന്ത്രിമാരായിട്ടില്ലേ, നന്നായി ഷൈൻ ചെയ്യുന്നവരുണ്ട്, അതിൽ തന്നെ കുഴപ്പമുള്ളവരുമുണ്ട്. ചിലർ ഞാനങ്ങനെ പേരെടുത്ത് പറയുന്നില്ല, ഇപ്പം അത് തെറ്റായി പോകും. ഞാനൊരു രാഷ്ട്രീയ ചർച്ചയല്ല ഇവിടെ എന്നുള്ളതുകൊണ്ട് ഞാൻ പൊതുവേ പറയുകയാണ്. നന്നായി പ്രവർത്തിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. സ്ത്രീകൾ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഉറപ്പായിട്ടും മുന്നിലേക്ക് വരാൻ പറ്റും. അത് ഏത് നിലയിലും ഏറ്റവും മുന്നിലേക്ക് തന്നെ എത്താനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമ്മുടെ നാട് മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും മാറണമെന്നുള്ള ആഗ്രഹം ഉമാ തോമസിനുള്ളത്?
മാറ്റമുണ്ടാവേണ്ടത് ഏറ്റവും താഴെത്തട്ടിലെന്നാണ് എൻ്റെ ആദ്യത്തെ വിശ്വാസം. എന്തെന്ന് വെച്ചാൽ നാടിൻ്റെ വളർച്ച എന്ന് പറയുമ്പോൾ അതിൽ ഇന്നലെ ഞാൻ കേട്ട ഒരു പ്രസംഗത്തിൽ നിന്ന് ഒരു വാക്ക് പറയുകയാണെങ്കിൽ, ഒത്തിരി ഒട്ടകങ്ങൾ പോകുമ്പോൾ ഏറ്റവും മുമ്പിൽ പോകുന്ന ഒട്ടകം പോകുന്നതോടൊപ്പം ഏറ്റവും പുറകിൽ മുടന്തി നടക്കുന്ന ഒരു ഒട്ടകം ഉണ്ടാവും. ആ മുടന്തി നടക്കുന്ന ഒട്ടകവും കൂടി ഒന്നാമനായിട്ട് ആ ഫിനിഷിംഗ് ലൈൻ കടക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുക. അതുപോലെ അപ്പോൾ നാടിൻ്റെ വളർച്ച എന്ന് പറയണത് എനിക്ക് അങ്ങനെ കമ്പയർ ചെയ്യാനാണ് ആഗ്രഹം. ഏറ്റവും താഴെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവൻ എല്ലാവരും ഒരു സ്വയം പ്രാപ്തിയുള്ളവരായി മാറി സ്വയം പര്യാപ്തത നേടി എല്ലാവരും ഒരുമിച്ച് സന്തോഷിക്കുമ്പോഴാണ് നാട് നന്നാവുക. അങ്ങനെ ഒരു വളർച്ചയാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇപ്പം ഈ അർഹതപ്പെടാത്തവർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനെ പറ്റിയിട്ട് എന്താണ് തോന്നുന്നത്? അതായത് വെറും ഒരു പ്രിവിലേജ് കൊണ്ട് മാത്രം രാഷ്ട്രീയത്തിൽ കയറുന്ന ഒരുപാട് പേരുണ്ട്. യാതൊരു വക എന്താ പറയുക, നമുക്ക് ജനങ്ങൾക്കൊരു നമുക്കൊരു കാര്യങ്ങളും ചെയ്യാതെ എന്നാൽ പ്രിവിലേജ് കൊണ്ട് മാത്രം ഒരു പൊസിഷനിൽ ഇരിക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? ആരെയും അങ്ങനെ നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല. എല്ലാവർക്കും അവരവരുടേതായ പൊട്ടൻഷ്യലൊക്കെ ഉണ്ട്. അത് അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അത് നമുക്ക് കമ്പയർ ചെയ്യാം എന്നുള്ളതല്ലാതെ ഒരാളേക്കാൾ നന്നായി ചെയ്തു എന്നുള്ളത് കമ്പയർ ചെയ്യാം എന്നല്ലാതെ ആരും മോശക്കാരാണെന്നുള്ള ഒരു പക്ഷേ എനിക്കില്ല. നമ്മളിപ്പോൾ സിനിമയിൽ ഞാൻ നേരത്തെ നെപ്പോട്ടിസത്തിനെ പറ്റി സംസാരിച്ചു. അതുപോലെ ഇപ്പോൾ രാഷ്ട്രീയക്കാരെ കാണിക്കുന്നത് ഭയങ്കര സ്ട്രഗിളായിട്ടാണെന്ന് പറഞ്ഞു. പക്ഷേ വേറൊരു തലത്തിൽ ചിന്തിക്കുമ്പം രാഷ്ട്രീയക്കാരെയൊക്കെ കാണിക്കുന്ന ഒരു പോർട്രേ ചെയ്യുന്ന വിധം ഭയങ്കര ക്രൂക്കഡായിട്ട്, ചിലപ്പോൾ ആ പാർട്ടിക്കാരെ നമുക്ക് ഇങ്ങനെ ചെയ്യണം, അവരെങ്ങനെ ചെയ്യണം, അങ്ങനത്തെ കുറേ സിനാരിയോസൊക്കെയാണ് ഞാൻ കണ്ടിരിക്കുന്ന സിനിമയിൽ. ശരിക്കും അത്രയും ക്രൂക്കഡായിട്ടുള്ള ആൾക്കാരാണോ ഈ പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്നത്? അത് ചിത്രീകരിക്കുന്ന ആളുടെ ഒരു മനസ്സ് സഞ്ചരിക്കുന്നത് പോലെ എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. എല്ലാ ഫീൽഡിലും നല്ലവരുമുണ്ട്, ചീത്ത ആളുകളും ഉണ്ട്. ചീത്ത എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവർക്കും അവരവരുടെ പൊട്ടൻഷ്യൽ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാവരും മോശക്കാരാന്ന് പറയത്തില്ല, എല്ലാവരും മുഴുവനായിട്ടും നല്ലവരാന്ന് പറയത്തില്ല. ഇപ്പം എന്നിലും നന്മയും തിന്മയും കാണുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ഓരോരുത്തരിലും നന്മയും തിന്മയും ഉണ്ട്. അത് ഏത് രീതിയിൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എല്ലാ രാഷ്ട്രീയക്കാരും മോശക്കാരാണ്, ക്രൂക്കഡാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നത് തെറ്റാണ്. എല്ലാ ഫീൽഡിലും ഇതൊക്കെയുണ്ട്. ക്രൂക്കഡ് അല്ലാത്ത ഏത് ഫീൽഡുണ്ട് എന്നാണ് നമുക്കിപ്പോൾ, പ്രത്യേകിച്ച് ഇപ്പം ലഹരി ഉപയോഗം വളരെയധികം കൂടുതലായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് മറ്റേത് ലിക്കറാണ് കഴിച്ചതെങ്കിൽ മണമെങ്കിലും അറിയാമായിരുന്നു. ഇത് കഴിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയാൻ പറ്റില്ല. അവർ കത്തി എടുക്കുമ്പോഴേ ചിലപ്പോൾ അറിയാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരും അങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ആ ഏജ് ഗ്രൂപ്പൊക്കെ അങ്ങനെയാണെന്നോ അങ്ങനെയൊന്നും നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരാളാരെങ്കിലും അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ജനറലൈസ് ചെയ്യുന്ന ടെൻഡൻസിയാണ് നമുക്കുള്ളത്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ തന്നെ പോയി കഴിഞ്ഞാൽ ഒരു നേഴ്സ് പ്രവർത്തിച്ചത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പാകപ്പിഴ വന്നു അല്ലെങ്കിൽ ഒരു തെറ്റുപറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിനെയും അവിടുത്തെ ജീവനക്കാരെയും അവിടുത്തെ ഡോക്ടർമാരെയും ഒക്കെ നമ്മൾ അടച്ചാക്ഷേപിക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. അത് തന്നെയാണ് രാഷ്ട്രീയത്തിൽ ആരെങ്കിലും ഒരു ചെറിയ തെറ്റോ അല്ലെങ്കിൽ തെറ്റുകളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ജനറലൈസ് ചെയ്യാൻ ശ്രമിക്കും. രാഷ്ട്രീയക്കാരങ്ങനെയാണ് എന്ന് പറയുന്ന ആളുകളാണ് ഇപ്പോൾ കൂടുതൽ. അതെന്തെന്ന് വെച്ചാൽ അങ്ങനെ ജനറലൈസ് ചെയ്യണ ടെൻഡൻസി മനുഷ്യന് ഉള്ളതാണ്. ഇത് ഏത് ഫീൽഡിലാണെങ്കിലും അതുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ള രാഷ്ട്രീയം കാഴ്ചപ്പാട് വളരെയധികം ഡിഫറെൻ്റ് ആണ്. അതായത് പണ്ട് ഇപ്പം ഒരു കോളേജിലൊക്കെ പഠിക്കുമ്പോൾ യൂണിയനിൽ ചേരുന്നു, ആ യൂണിയൻ അന്നത്തെ പാർട്ടി ഏതാണോ അതിനെ നമ്മൾ പിന്താങ്ങുന്നു, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. പക്ഷെ ഇന്നെന്ന് പറയുന്ന പിള്ളേരെന്ന് പറഞ്ഞാൽ വി ഡോണ്ട് ബിലീവ് ഇൻ പൊളിറ്റിക്സ് എന്നാണ് പറയുന്നത്. ആക്ച്വലി വാട്ട് ഈസ് പൊളിറ്റിക്സ്? ഒരു പാർട്ടി വിശ്വസിക്കുന്നതാണോ പൊളിറ്റിക്സ്? അതോ സ്വന്തമായ ഒരു നിലപാടും കാര്യങ്ങളും ഐഡിയോളജി ഉള്ളതാണോ ഒരു പൊളിറ്റിക്സ്? എന്താണ് പൊളിറ്റിക്സ്? അല്ല, ഒരു പ്രസ്ഥാനത്തിനെ
വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അതിലെ മാനിഫെസ്റ്റോസ് നമ്മൾ അതിലെ കുറേ കാര്യങ്ങൾ അടിസ്ഥാന തത്വങ്ങൾ അത് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ നമ്മൾ അതിനെ വിശ്വസിക്കും. ഇനി അതിന് വിരുദ്ധമായിട്ടുള്ള എന്നാണെങ്കിൽ നമ്മൾ അതിനെ ഒപ്പോസ് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മൾ ശരിയെന്ന് തോന്നുന്നതിനെ തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മളുടെ പൊളിറ്റിക്സായി മാറുന്നത്. അത് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്കിപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കുട്ടികൾ അതുകൊണ്ട് ജനറൽ നോളജ് തന്നെ ഇല്ലാതായി പലരും മാറുന്നുണ്ട്. അവർക്ക് ആരാണ് ഭരിക്കുന്നതെന്നോ ആരാണ് എവിടെ ഉള്ളതെന്നോ ഒരു കൗൺസിലർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാനായിട്ട് അറിയാത്തവരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പണ്ട് കാലത്ത് അങ്ങനെയല്ല. നമ്മളെ ലോക്കലായിട്ടുള്ള ഇന്ന് കൂടുതൽ ആളുകൾ ശരിക്കും ജനപ്രതിനിധികളായി വരുന്നുണ്ട്. എന്നാൽ പോലും കൗൺസിലർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനറിയില്ലാത്ത എത്രയോ പേരുണ്ട്. പിന്നെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എവിടെ സമീപിക്കണം, എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയില്ല. പിന്നെ ഗൂഗിൾ ഉള്ളത് കാരണം എല്ലാവരും ഇങ്ങനെ രക്ഷപ്പെട്ടു പോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും നമ്മൾ സംസാരിച്ചത് നമുക്ക് കുറച്ചുകൂടി ഒരു കോളേജ് കാലഘട്ടത്തിലേക്ക് വെറുതെ ഒന്ന് നമുക്ക് പോവാം. അതായത് ഞാൻ പറഞ്ഞത്, അതായത് മഹാരാജാസ് എന്നുള്ള കോളേജിൽ പാട്ട് ആയിക്കോട്ടെ ഡാൻസ് ആയിക്കോട്ടെ എല്ലാത്തിലും ആക്റ്റീവ് ആയിരുന്ന ഒരു കുട്ടി. എങ്ങനെയാണ് PT തോമസ് എന്നുള്ള ആളായിട്ടുള്ള ആ പ്രണയം കാലഘട്ടം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഓർമ്മിക്കാനുള്ള ഒരു കാലം തന്നെയാണ്. വളരെ ഉണ്ടായിരുന്ന ഒരു സമയമാണ്. ഞാൻ വളരെ ആക്റ്റീവായിട്ട് KSUവിൻ്റെ പ്രതിനിധിയായിട്ട് അവിടെ ആളുകളുടെ ഇടയിൽ അവിടെ വനിതാ പ്രതിനിധിയായിട്ടും മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. അതിനുശേഷം വൈസ് ചെയർമാനായിട്ടും ജയിച്ചിട്ടുണ്ട്. അപ്പോൾ KSUവിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് അന്ന് PT എൻ്റെ കൂടെ പഠിച്ചിട്ടൊന്നുമില്ല. PT കോളേജിൽ നിന്ന് പോയ ശേഷം PT ലോ കോളേജിൽ പഠിക്കുമ്പോഴാണ് ഞാൻ മഹാരാജാസ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് വന്ന് ചേരുന്നത് തന്നെ. അന്ന് PT KSUവിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിരുന്നു എന്നുള്ളത് കൊണ്ട് KSUവിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഇടയ്ക്ക് കോളേജിൽ വന്ന് സംസാരിക്കാനൊക്കെ എത്തുമായിരുന്നു. അപ്പോൾ വളരെ നന്നായിട്ട് PTയുടെ പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ 10,000 കുട്ടികളുള്ള കോളേജാണ്. മിക്കവാറും കുട്ടികളൊന്നും ക്ലാസ്സിലുണ്ടാവാറില്ല PT വരുന്ന സമയത്ത്. അതുപോലെ എല്ലാവരും അത് കേൾക്കാനായിട്ട് ആഗ്രഹിച്ച് അത്തരം രീതിയിൽ ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു പ്രസംഗമായിരുന്നു അക്കാലഘട്ടത്തിൽ PT ഉണ്ടായിരുന്നത്. അത് ഞാൻ അതുകൊണ്ട് തന്നെയാണ് എനിക്കൊരു ആരാധനയോടുകൂടി തന്നെയാണ് ഞാൻ PTയെ സ്നേഹിച്ചിരുന്നത്. അല്ലാതെ കല്യാണം കഴിക്കാനോ അങ്ങനെയുള്ള കാര്യമൊന്നും ആലോചിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ ഡിഗ്രി കഴിയുന്ന സമയത്താണ് PT ഇതിങ്ങനെ പ്രപ്പോസ് ചെയ്തത്. ആദ്യമൊക്കെ ഞാൻ അത്രയ്ക്കും അനുകൂലമല്ലായിരുന്നു. പിന്നീട് അങ്ങനെ ആയിപ്പോയി. അതൊക്കെ എന്താണെന്ന് പറയാൻ വയ്യ. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം വീട്ടിൽ 2 മതത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നല്ലോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണെങ്കിലും വീട്ടിൽ വന്ന് അച്ഛനമ്മയോടും പറഞ്ഞിട്ട് വേണം എനിക്ക് ഇറങ്ങാൻ എന്നുള്ള ഉമാ തോമസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് ആ ഒരു ഡിസിഷനിലേക്ക് എത്തിയത്? അങ്ങനെയല്ല, വീട്ടിൽ ഒരുപാട് പ്രാവശ്യം PT അച്ഛനോടും അമ്മയോടും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചു തരണം എന്നൊക്കെ ഒത്തിരി പ്രാവശ്യം മീഡിയേറ്റേഴ്സും ഉണ്ടായിരുന്നു. അവരുമൊക്കെ ആയിട്ട് വേറെ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വേറെ വീട്ടിൽ പോയിരുന്ന് ഒരുപാട് പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ വീട്ടുകാർ എതിർപ്പായിരുന്നു. എൻ്റെ അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ എക്സ് സർവീസാണ്. അപ്പോൾ അച്ഛന് കുറച്ചുകൂടി വേറെ കാഴ്ചപ്പാടാണ്. കുട്ടികളെ വളർത്തുമ്പോൾ എന്തായിരിക്കും അങ്ങനെ അന്നൊക്കെ കുറച്ചുകൂടി ജാതി ചിന്തയൊക്കെ കുറച്ചുകൂടി ഉള്ള കാലമായതുകൊണ്ട്. പക്ഷെ എൻ്റെ വീട്ടിൽ അത്രയ്ക്കും അങ്ങനെ ഒരു മതചിന്തയോ അതൊക്കെ ഒരുപാട് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ നമ്മളുടെ സ്വന്തം കാര്യത്തിൽ വന്നപ്പോൾ കുറച്ചൊരു അങ്ങനെയുള്ള ചിന്ത അവരിലുണ്ടായി കാണണം. അതുകൊണ്ടായിരിക്കും എതിർത്തതെന്ന് തന്നെ. എന്ന് വെച്ചാൽ എന്നെക്കാളധികം PTയെ ഇഷ്ടപ്പെട്ടിരുന്നത് എൻ്റെ വീട്ടുകാരായിരുന്നു. ഞാൻ അന്ന് ലാൻഡ് ലൈനാണുള്ളത്. വീട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഞാനല്ല ഫോൺ എടുക്കാറ്. അധികവും അമ്മയോ അച്ഛനോ ഒക്കെ ആയിരിക്കും. അമ്മയാണ് ഏറ്റവും അധികം എന്നെക്കാളധികം PTയോട് സംസാരിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് നേരങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു. അവരുമായിട്ട് ഭയങ്കര അടുപ്പവുമായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നു കഴിഞ്ഞപ്പം സ്വാഭാവികമായിട്ടും അവരെ
കുറ്റം പറയാനൊന്നും എനിക്ക് വയ്യ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അത്രയും വളർത്തിയ അച്ഛനമ്മമാർക്കും ബാക്കി കാര്യങ്ങളും കൂടിയൊക്കെ ചെയ്തു തരാനും ആലോചിക്കാനും ഒക്കെ പറ്റും. അത് നമ്മൾ ബൈപ്പാസ് ചെയ്തു എന്നുള്ളതിൻ്റെ സങ്കടമൊക്കെ കാണുമായിരിക്കും. അതിൽ അവരെ കുറ്റപ്പെടുത്താൻ വയ്യ. ഞാൻ ചെയ്തത് അത്ര റൈറ്റാണെന്നും എനിക്ക് പറയാൻ വയ്യ. പക്ഷേ ഇഷ്ടം ആണ്, ഞാൻ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് പിന്മാറാനായിട്ട് പറ്റില്ലായിരുന്നു. ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും തന്നെ ഇതുവരെ അങ്ങനെയാണ് പോയിട്ടുള്ളത്. ഞങ്ങൾ വിവാഹശേഷമാണെങ്കിലും ഞാൻ എന്താണോ അതുപോലെ തന്നെ തുടർന്നാൽ മതി എന്ന് പീറ്റയുടെ തീരുമാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിപ്പോഴും കൺവേർട്ട് ചെയ്തിട്ടോ ഒന്നുമില്ല. അതുപോലെ എൻ്റെ ഞങ്ങളുടെ കുട്ടികളെ രണ്ടുപേരെയും മതമില്ല എന്ന് പറഞ്ഞ് തന്നെയാണ് എഴുതി കൊടുത്ത് വളർത്തിയിരിക്കുന്നത്. അപ്പോൾ അതിലൊന്നും ഒരു സങ്കടം തോന്നുന്നില്ല. ഇതെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റാണ്. നമ്മൾ വീട്ടിൽ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരു പ്രയാസം ഉണ്ടാവില്ല. പിന്നെ സാമ്പത്തിക ഭദ്രത അത് കുടുംബത്തിന് വേണം. അല്ലെങ്കിലാണ് ആളുകൾ നമ്മൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ആളുകളത് ചിലപ്പം കളിയാക്കി ചിരിക്കാനൊരു വിഷയമായി മാറും. അതല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് പോയാൽ ആരും ഒന്നും പറയില്ല. അതാ എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അതായത് അഡ്ജസ്റ്റ് ഒരുപാട് ബേബി ലൈഫിൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ഉമാ തോമസ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ പി ടി ആണെങ്കിലും ഇപ്പോൾ ഉമാ തോമസ് ആണെങ്കിലും രണ്ട് ഒരു ജീവിത ശൈലിയിൽ നിന്ന് വളർന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ഇപ്പോൾ ഒരു മാരേജ് കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്ന ആ ഒരു സമയത്ത് ഒരുപാട് രീതിയിലേക്കുള്ള നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവും, പല രീതിക്ക് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ അന്ന് സ്ട്രഗിൾ ചെയ്തതും ഇന്നത് ആലോചിക്കുമ്പോൾ ഒരു ചെറിയൊരു തമാശ കഥ പോലെ തോന്നുന്ന ഒരു കാര്യം എന്തായിരിക്കും? അങ്ങനെ അത് വലിയൊരു കാര്യമായിട്ട് പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഏത് കുട്ടിയാണെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് പോകുമ്പോൾ അവർ വളർന്ന സാഹചര്യത്തിലായിരിക്കില്ല മറ്റൊരു വീട്ടിൽ പോകുമ്പോൾ ഉണ്ടാവുക. അത് ഏത് നിലയിലാണെങ്കിലും ഒരേ കാസ്റ്റ് തന്നെയാണെങ്കിലും അതല്ലെങ്കിലും ഒക്കെ ആ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ടാവും. ഇവർ വളർന്ന സാഹചര്യങ്ങൾ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഇതിൽ കുറച്ചുകൂടി കൂടുതലുണ്ടെന്ന് നമ്മളുടെ ഭക്ഷണ രീതി പോലും മാറ്റം ഉണ്ടായിരുന്നു. ഞാൻ പ്യുവർ വെജിറ്റേറിയനും അദ്ദേഹം നോൺ വെജ് കഴിക്കുന്നയാളുമായിരുന്നു. പക്ഷെ പീറ്റിക്ക് കൂടുതൽ ഇഷ്ടം വെജായിരുന്നു എന്നുള്ളത് കൊണ്ട് ചെറിയ രക്ഷപ്പെടൽ എനിക്കുണ്ടായി. എന്നാലും ഭക്ഷണം ഞാൻ നോൺ വെജ് പ്രിപ്പയർ ചെയ്തിട്ടില്ല. നമ്മൾ ആരെങ്കിലും കുക്ക് ചെയ്യാൻ അമ്മ ഉണ്ടായിരുന്നപ്പോൾ അമ്മ ചെയ്യുമായിരുന്നു. അതല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് കൂടെ ഇരുന്ന് കഴിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ കഴിക്കില്ല എന്നേ ഉള്ളൂ. അങ്ങനെ അതിപ്പോഴും അങ്ങനെ തന്നെയാണ് തുടരണേ. എൻ്റെ കുട്ടികളൊക്കെ അവർക്ക് നോൺ വെജ് കൊടുക്കണത് കൂടുതൽ ഇഷ്ടം എന്ന് തന്നെ പറയാം. അവരങ്ങനെ കഴിക്കുന്നവരും ഞാൻ കഴിക്കാത്ത ആളുമാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു സെപ്പറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പച്ച പ്ലേറ്റ് ഉണ്ട്. ആ പച്ച പ്ലേറ്റ് എനിക്ക് വേണ്ടി വെജിറ്റേറിയനെന്നും അല്ലാത്ത കളർ പ്ലേറ്റ്സ് എല്ലാം അവർക്ക് അങ്ങനെ വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇപ്പം മാം ഇപ്പോഴും പറഞ്ഞു, അതായത് മക്കൾക്ക് ഞാൻ ഇതുവരെ ജാതി ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. പക്ഷെ ഇപ്പം ഈ കാലത്താണെങ്കിൽ ഒരുപാട് ദുരഭിമാന കൊലകൾ നടക്കുന്നു. ഇപ്പോഴും ഈ ജാതിയുടെ പേരിൽ പ്രശ്നങ്ങൾ വരുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ പ്രണയത്തിലും ഈ ജാതിയും മതവും എല്ലാം കൊണ്ടുവരുന്നതിനെ പറ്റിയിട്ട് മാമിന് എന്താ പറയാനുള്ളത്? സത്യത്തിൽ അതിൽ വലിയ കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു ഈശ്വരനുണ്ട്. അത് ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അത് കൃഷ്ണനെന്നോ ക്രിസ്തു എന്നോ അല്ലെങ്കിൽ അള്ളാഹു എന്നോ ഏത് രീതിയിൽ വേണമെങ്കിൽ വിളിക്കാം എന്നുള്ളതാണ്. ഒരു ശക്തിയുണ്ട്, ഈ പ്രപഞ്ചം എന്നുള്ളൊരു ശക്തിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പ്രപഞ്ചശക്തി തന്നെയായിരിക്കും ഇപ്പോൾ വലിയൊരു അപകടത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചതും അതുപോലുള്ള ഏതോ ഒരു ശക്തി തന്നെയാണെന്ന്, അദൃശ്യമായിട്ടുള്ള ഏതോ കരങ്ങൾ, ഒരു പക്ഷേ അത് പീറ്റയുടെ കരങ്ങൾ തന്നെയായിരിക്കും എന്നെ രക്ഷിച്ചതെന്നൊക്കെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ കൂടുതലായിട്ട് കേൾക്കുന്നത് കുട്ടികൾ കല്യാണമേ വേണ്ട എന്ന് പറയുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുക. സ്വാതന്ത്ര്യം നഷ്ടപ്പെടും എന്നുള്ള ഒരു ചിന്ത കല്യാണത്തിലൂടെ ഉണ്ടാവും എന്നുള്ള ഒരു അബദ്ധധാരണ കുട്ടികളിലുണ്ടായിരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ പ്രവർത്തകയ്ക്ക് വേണ്ട ഏറ്റവും ഒരു വലിയ ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? മറ്റുള്ളവരെ കേൾക്കാൻ കഴിയുക, മനസ്സിലാക്കാൻ കഴിയുക. ഉമാ തോമസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതം നാളെ ഒരു സിനിമയായിട്ട് ഇറക്കാമെന്ന് വിചാരിക്കും. അത് ഏത് ഒരു ജോൺറ ആയിരിക്കും? ഒരു റൊമാൻറ്റിക് മൂവി ആയിരിക്കോ അല്ലെങ്കിൽ ഒരു സർവൈവൽ ത്രില്ലർ ആയിരിക്കോ? ആൻഡ് അതിനൊരു പേരും കൂടെ വേണം.
ഇതൊക്കെ സാങ്കല്പിക കേട്ടോ, എല്ലാം കാര്യവും ചോദിക്കുന്നത്. അതങ്ങനെ ഒരു സിനിമ ആരെങ്കിലും എടുക്കട്ടെ, അന്ന് നമുക്ക് ആലോചിക്കാം. ഇപ്പം നമ്മളിപ്പോൾ 2 ജോണറാണ് തന്നത്. അപ്പം അതിലിപ്പോൾ ഒരു റൊമാൻറ്റിക് സ്റ്റോറി എന്ന് പറയുമ്പം ലൈഫിലുണ്ടായ അത്രയും ഒരു എന്താ പറയുക ലവ്, അതിലെ കാര്യങ്ങൾ, ഇപ്പോൾ പി ടി സാറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഉണ്ടാവും. ഈ സർവൈവൽ ത്രില്ലർ എന്ന് പറയുമ്പം അത് കഴിഞ്ഞിട്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, ഒരു സിംഗിൾ മദറായിട്ട് കുട്ടികളെ നോക്കുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇതിലേതായിരിക്കും ഫോക്കസ് കൂടുതലായിട്ട് കൊടുക്കുക ഒരു സ്റ്റോറിയിൽ? എനിക്ക് പി ടി ഉള്ള കാലം തന്നെയാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ ആഗ്രഹിക്കുന്നതും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതും പി ടിയുടെ കൂടെ ആയിരുന്നല്ലോ എന്നുള്ള സന്തോഷത്തിൽ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു കാലഘട്ടം ഓർക്കാനാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പം ആ ഒരു പ്രണയകഥയ്ക്ക് എന്തെങ്കിലും ഒരു പേരിടാൻ പറഞ്ഞാൽ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ഇപ്പം ഹെൽത്ത് കാര്യങ്ങളൊക്കെ എങ്ങനെ? ഒരുപാട് അത്ഭുതം തന്നെ പറയാതിരിക്കാൻ വയ്യ. എന്ന് വെച്ചാൽ ഒരുപാട് പേരുടെ പ്രാർത്ഥന, മലയാളികൾ മുഴുവൻ, അറിയണവർ മുഴുവൻ, അതൊരു രാഷ്ട്രീയ ഭേദമന്യേ അല്ലെങ്കിൽ ഏജ് നോക്കാതെ എല്ലാവരും പ്രാർത്ഥിച്ചു എന്നുള്ളത് തന്നെയാണ് ഞാനിങ്ങനെ നിലനിൽക്കുന്നത് എന്ന ഉറപ്പ് വിശ്വാസമുണ്ട്. പിന്നെ അദൃശ്യമായ കൈകൾ എന്നെ കോരിയെടുത്തു എന്നൊക്കെ ആളുകൾ പറയുമ്പം എനിക്കത് പീറ്റിയുടെ കൈകൾ, പീറ്റി ഒരുപക്ഷെ ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് എന്നെ വാരിയെടുത്ത് കാണും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. ലൈഫിൽ എന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ ഭയങ്കരമായിട്ട്? പീറ്റി തന്നെ. അതിപ്പോൾ നമ്മളിപ്പം ഏറ്റവും കൂടുതൽ ഉമാ തോമസ് എന്നുള്ള വ്യക്തിയെ അറിയാൻ വേണ്ടി ഞാൻ ഈ ഒരു പോഡ്കാസ്റ്റിലിരുന്നെങ്കിലും ഏറ്റവും കൂടുതൽ ഇപ്പോഴും ആ പ്രണയം കൊണ്ട് നടക്കുന്ന ആ ഒരു വ്യക്തിയാണ് ഞാൻ കാണുന്നത്. പി ടി സാറിനെ മിസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത്. എനിവേ, ഒരുപാട് സന്തോഷം. അതൊന്നും പറഞ്ഞാൽ മതിയാവില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സ്നേഹമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ അങ്ങനെ വെറുതെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു എന്നുള്ളത് കൊണ്ടല്ല. പക്ഷേ ഓരോ വിഷയങ്ങളിലും അദ്ദേഹത്തിനുള്ള താല്പര്യം, ഓരോ കാര്യങ്ങളിലും നമുക്ക് തരുന്ന ഇമ്പോർട്ടൻസ്, ഫാമിലിയിൽ അദ്ദേഹം എന്തായിരുന്നു എന്നുള്ളതൊക്കെ നമ്മളെ വളരെ സേഫ് ഗാർഡ് ചെയ്ത്, നമ്മളെ വളരെ പ്രൊട്ടക്റ്റ് ചെയ്ത് ചിറകിൻ്റെ അടിയിൽ സൂക്ഷിച്ച് കൊണ്ടുവരുന്നയാളാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് മറക്കാനോ ഒരിക്കലും ഇല്ല എന്ന് ചിന്തിക്കാനോ കൂടി പറ്റില്ലാത്തൊരവസ്ഥ. ഇന്നും നിങ്ങൾ ചിലപ്പോൾ ഒരു മനസ്സിലൊക്കെ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും അല്ലേ? ഒരുപാട് സന്തോഷം ഈ ഒരു പോഡ്കാസ്റ്റിൽ നമുക്ക് ഇത്രയും സമയം തന്നതിൽ. ബിക്കോസ് ഓഫ് കോഴ്സ് സമയം വളരെ വിലപ്പെട്ടതാണ് മാമിനെ സംബന്ധിച്ച്. പൂജയുടെ ചോദ്യങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ഈ മനോഹരമായ ചിരി എന്നും കൂടെ ഉണ്ടാവട്ടെ. അതുപോലെ പി ടി സാറും അദ്ദേഹം എന്നും കൂടെ തന്നെ ഉണ്ട്. അതിന് പറ്റിയൊരു മിസ്സിങ്, വിഷമോ കാര്യങ്ങളൊന്നും വേണ്ട. സോ ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ഈ ഒരു പോഡ്കാസ്റ്റിൽ വന്ന് ഈ കുറച്ച് സമയം ഞങ്ങൾക്ക് തന്നതിൽ. താങ്ക് യു സോ മച്ച്. ലെറ്റ്സ് പിങ്ക്.